പുരാവസ്തു തട്ടിപ്പ് കേസിൽ സുധാകരന് തിരിച്ചടി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരന് തിരിച്ചടി. സുധാകരൻ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും നിർദ്ദേശം. നിഖിൽ തോമസിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് ഉറപ്പിച്ച് കലിംഗ സർവകലാശാല. നിഖിലിനെതിരെ കർശന നടപടി വേണമെന്നും കേരള സർവകലാശാലയോട് കലിംഗ. നിഖിൽ തോമസ് ഒളിവിലെന്ന് പോലീസ്. ആര് തെറ്റ് ചെയ്താലും കർശന നടപടിയെന്ന് കേരള സർവകലാശാല VC. നിഖിൽ വിഷയത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് CPM നേതാവ് ബാബുജാൻ. വ്യാജരേഖ കേസിൽ നീലേശ്വരം പോലീസ് എടുത്ത കേസിലും മുൻകൂർ ജാമ്യം തേടി കെ വിദ്യ. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. കേസ് ഈ മാസം 24-ന് പരിഗണിക്കും. ഒളിവിലുള്ള വിദ്യയെ കണ്ടെത്താനാകാതെ പോലീസ്. കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവുനായ ആക്രമണത്തിൽ കുട്ടി മരിച്ചത് ദൗർഭാഗ്യകരമെന്ന് സുപ്രീം കോടതി. കോടതി നിരീക്ഷണം ആക്രമണകാരികളായ നായകളെ കൊല്ലാൻ അനുവദിക്കണമെന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഹർജി അടുത്ത മാസം 12-ന് പരിഗണിക്കാൻ മാറ്റി. ടെസ്ല മേധാവി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെസ്ല ഉടൻ ഇന്ത്യയിലെത്തുമെന്ന് മസ്ക്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തുടക്കം.